ഹലോ എവറിവൺ. നമ്മൾ സൃഷ്ടി പോകുന്നത് കറണ്ട് അഫയേഴ്സ്. 64ാമത് രമൺ മഗ്സസെ അവാർഡ് 2022. സൊത്തേര ചിം, കംബോഡിയ. ബെർണാഡറ്റ് മാഡ്രിഡ്, ഫിലിപ്പീൻസ്. തദാഷി ഹട്ടോറി, ജപ്പാൻ. ഗാരി ബെഞ്ചിബ്, ഇന്തോനേഷ്യ. ഓക്കെ. സൊത്തേര ചിം, കംബോഡിയ, മെന്റൽ ഹെൽത്ത് അഡ്വക്കേറ്റ്. ബെർണാഡറ്റ് മാഡ്രിഡ്, ഫിലിപ്പീൻസ്, ചിൽഡ്രൻസ് റൈറ്റ്സ് ക്രുസേഡർ. തദാഷി ഹട്ടോറി തതാഷി ഹട്ടോറി, ജപ്പാൻ, സൈറ്റ് സേവിംഗ് ഹ്യൂമാനിറ്റേറിയൻ. ഗാരി ബെഞ്ചി ബെ- ഗാരി ബെഞ്ചിബ്, ആന്റി പ്ലാസ്റ്റിക് പൊല്യൂഷൻ വാരിയർ. ഓക്കെ. മുൻ ഫിലിപ്പീൻസ് പ്രസിഡന്റ് രമൺ മഗ്സസെയുടെ സ്മരണാർത്ഥം നൽകുന്ന അവാർഡ് രമൺ മഗ്സസെ പുരസ്കാരം. ഏഷ്യയിലെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏത്? രമൺ മഗ്സസെ പുരസ്കാരം. ഏത് വർഷമാണ് മഗ്സസെ പുരസ്കാരം ഏർപ്പെടുത്തിയത്? 1957. 1957. മഗ്സസെ പുരസ്കാരം നൽകുന്ന വിഷയങ്ങൾ: സാമൂഹിക നേതൃത്വം, സർക്കാർ സേവനം, പത്രപ്രവർത്തനം, അന്തർദേശീയ ധാരണ, പബ്ലിക് സർവീസ്, എമർജന്റ് ലീഡർഷിപ്പ്. 2001 മുതൽ നൽകി തുടങ്ങി. വേൾഡ് ഫുഡ് പ്രൈസ് 2022. വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷന്റെ 2022 വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ചത് സിന്ധിയ റോസൻ സ്വീഗ്, ഒരു മുതിർന്ന ഗവേഷണ ശാസ്ത്രജ്ഞയും അഗ്രോണമിസ്റ്റുമാണ്. കാലാവസ്ഥയും ഭക്ഷ്യ സമ്പ്രദായവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നതിനും ഭാവിയിൽ ഇവ രണ്ടും എങ്ങനെ മാറുമെന്ന് പ്രവചിക്കുന്നതിനുമായി നടത്തിയ ഗവേഷണത്തിനാണ് റോസൻ സ്വീഗിനെ അവാർഡിന് തിരഞ്ഞെടുത്തത്. അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം 2023. ജോർജി ഗോസ് പുട്ടിനോവ്. ഇന്റർനാഷണൽ ബുക്ക് പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ബൾഗേറിയൻ സാഹിത്യകാരനാണ് ജോർജി ഗോസ് പുട്ടിനോവ്. കൃതി ടൈം ഷെൽട്ടർ. വിവർത്തനം ചെയ്തത് എയ്ഞ്ചേല റോഡൽ. അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം 2022. ഗീതാഞ്ജലി ശ്രീ, ടോംബ് ഓഫ് സാൻഡ്സ് എന്ന കൃതിക്കാണ് കിട്ടിയത്. വിവർത്തനം ചെയ്തത് ഡെയ്സി റോക്വെൽ. 2022 ബുക്കർ പ്രൈസ് ജേതാവ് ഷെഹാൻ കരുണതിലക. ദി 7 മൂൺസ് ഓഫ് മാലി അൽമെയ്ഡ എന്ന കൃതിക്കാണ്. ഓക്കെ. ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് 2021. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം UNEP ഇംഗ്ലീഷ് നാച്ചുറൽ ഹിസ്റ്ററി ബ്രോഡ്കാസ്റ്ററും പ്രകൃതി ശാസ്ത്രജ്ഞനുമായ സർ ഡേവിഡ് ആറ്റംബറോയെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് വിഭാഗത്തിൽ 2021 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡിനെ തിരഞ്ഞെടുത്തു. ദി ഗ്രീൻ പ്ലാനറ്റ്, എ പ്ലാസ്റ്റിക് ഓഷ്യൻ എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഡോക്യുമെന്ററികൾ. 1985 2020 എലിസബത്ത് രാജ്ഞി അദ്ദേഹത്തെ 2 തവണ നൈറ്റ് പദവി നൽകി ആദരിച്ചു. ഓക്കെ. ഡേവിഡ് ആറ്റംബറോ. ഓക്കെ. 3 എമ്മി അവാർഡുകളും 8 ബ്രിട്ടീഷ് അക്കാഡമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സ് ബാഫ്റ്റ അവാർഡുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. 2022 UNEP ചാമ്പ്യൻസ് ഓഫ് എർത്ത് അവാർഡ് പൂർണിമ ദേവി ബർമൻ. അസം ആസ്ഥാനമായുള്ള വന്യജീവി ബയോളജിസ്റ്റ്. 2022 യുനെസ്കോ സമാധാന പുരസ്കാരം നേടിയത് ആംഗല മെർക്കൽ, ജർമ്മനിയുടെ മുൻ ചാൻസലറാണ്. പത്മ പുരസ്കാരങ്ങൾ 2023. പത്മ പുരസ്കാരങ്ങൾ 2023. ഓക്കെ. പത്മവിഭൂഷൺ 6, പത്മഭൂഷൺ 9, പത്മശ്രീ 91. 4 മലയാളികൾ പത്മവിഭൂഷൺ ജേതാക്കൾ 6. മുലായം സിംഗ് യാദവ്, പബ്ലിക് അഫയേഴ്സ്, മരണാന്തരം. UP മുൻ മുഖ്യമന്ത്രി. ദിലീപ് മഹലാനോബിസ്, മരണാനന്തരം. വൈദ്യശാസ്ത്രം. ORSന്റെ പിതാവ് ദിലീപ് മഹലാനോബിസ്, പശ്ചിമ ബംഗാൾക്കാരനാണ്. ബാലകൃഷ്ണ ദോഷി, മരണാനന്തരം. വാസ്തുശില്പി, ഗുജറാത്ത്. SM കൃഷ്ണ, പബ്ലിക് അഫയേഴ്സ്, കർണാടക മുൻ മുഖ്യമന്ത്രി, കർണാടക. സക്കീർ ഹുസൈൻ, ആർട്ട്, തബല, മഹാരാഷ്ട്ര. ശ്രീനിവാസ വരദൻ, ശാസ്ത്രവും എഞ്ചിനീയറിംഗും, ഗണിതശാസ്ത്രജ്ഞൻ, അമേരിക്ക. പത്മഭൂഷൺ ജേതാക്കൾ 9. വാണി ജയറാം, കല, പിന്നണി ഗായിക, തമിഴ്നാട്.
എസ്.എൽ. ഭൈരപ്പ, സാഹിത്യവും വിദ്യാഭ്യാസവും, കന്നഡ നോവലിസ്റ്റ്, കർണാടക. കുമാർ മംഗലം ബിർള, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി, മഹാരാഷ്ട്ര. ദീപക് ധർ, ശാസ്ത്ര സാങ്കേതികം, മഹാരാഷ്ട്ര. സ്വാമി ചിന്നാജിയാർ, ആത്മീയത, തെലങ്കാന. സുമൻ കല്യാൺപൂർ, കല, പിന്നണി ഗായിക, മഹാരാഷ്ട്ര. കപിൽ കപൂർ, സാഹിത്യം, വിദ്യാഭ്യാസം, ഡൽഹി. സുധാമൂർത്തി, സോഷ്യൽ വർക്ക്, കർണാടക. കമലേഷ് ഡി പട്ടേൽ, ആത്മീയത, തെലുങ്കാന. പത്മശ്രീ നേടിയ മലയാളികൾ. വി.പി. അപ്പുക്കുട്ടൻ പൊതുവാൾ, ചെറുവയൽ സോറി ഓക്കെ വി.പി. അപ്പുക്കുട്ടൻ പൊതുവാൾ, ചെറുവയൽ രാമൻ, കാർഷികം, പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകൻ. എസ്.ആർ.ഡി. പ്രസാദ്, കളരി ഗുരുക്കൾ. സി ഐസക്, ചരിത്രകാരൻ. ചെറുധാന്യങ്ങളുടെ പ്രചാരത്തിനും കൃഷിക്കും അവബോധത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ മാനിച്ച് രാഷ്ട്രം 2023 പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ച ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഖാദർ വാലി. പി.വി. സതീഷിനെയും ഡോക്ടർ ഖാദർ വാലിയെയും ഇന്ത്യയുടെ മില്ലറ്റ് മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പി.വി. സതീഷ്, ഡോക്ടർ ഖാദർ വാലി, ഇന്ത്യയുടെ മില്ലറ്റ് മനുഷ്യൻ. ഓക്കെ. ചെറുധാന്യങ്ങളുടെ മില്ലറ്റ് പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിനായി തെലങ്കാനയിൽ ഡക്കാൻ ഡെവലപ്മെന്റ് സൊസൈറ്റി സ്ഥാപിച്ച വ്യക്തിയാണ് പി.വി. സതീഷ്. സംസ്ഥാന സർക്കാർ ചെറുധാന്യ ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത് അട്ടപ്പാടി, പാലക്കാട്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2023. മലയാള ഭാഷയിലെ മികച്ച കൃതികൾക്ക് നൽകുന്ന 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് പ്രൊഫസർ എം തോമസ് മാത്യു. ആശാന്റെ സീതായനം, സാഹിത്യ നിരൂപണം. ഓക്കെ. വിവർത്തനത്തിലുള്ള പുരസ്കാരം ചാത്തനാത്ത് അച്യുതനുണ്ണി. വിശിഷ്ടാംഗത്വം നേടിയ മലയാള സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ. ബാലസാഹിത്യത്തിനുള്ള അവാർഡ് കഥാകൃത്തായ സേതുവിനാണ്. ചേക്കുട്ടി എന്ന നോവലാണ് സേതുവിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. അനഘ ജെ കോലോത്ത് യുവ സാഹിത്യകാരിക്കുള്ള പുരസ്കാരവും നേടി. മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി എന്ന കവിതയ്ക്കാണ് പുരസ്കാരം. എമിനന്റ് അംഗത്വം നേടിയത് സി രാധാകൃഷ്ണൻ. മുമ്പ് എം.ടി. വാസുദേവൻ നായരാണ് മലയാളത്തിൽ നിന്ന് ഈ ബഹുമതിക്ക് അർഹനായിട്ടുള്ളത്. 68ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2022. മികച്ച നടനുള്ള ദേശീയ അവാർഡ് 68ാമത് നേടിയത് സൂര്യ. അജയ് ദേവ്ഗൺ, ചിത്രം തൻഹാജി ദി അൺസങ് വാരിയർ. ഓക്കെ. മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് 68ാമത് നേടിയത് അപർണ ബാലമുരളി, ചിത്രം സുരറൈ പോട്രി. മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് 68ാമത് നേടിയത് കെ.ആർ. സച്ചിദാനന്ദൻ, ചിത്രം അയ്യപ്പനും കോശിയും. കെ.ആർ. സച്ചിദാനന്ദൻ, ചിത്രം അയ്യപ്പനും കോശിയും. മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയത് സുരറൈ പോട്രി, തമിഴ്. മികച്ച ഗായിക നഞ്ചിയമ്മ. മികച്ച സഹനടൻ ബിജു മേനോൻ. മികച്ച സിനിമാ സൗഹൃദ സംസ്ഥാനം മധ്യപ്രദേശ്. മികച്ച മലയാള ചിത്രം തിങ്കളാഴ്ച നിശ്ചയം. മികച്ച പരിസ്ഥിതി ചിത്രം. മികച്ച പരിസ്ഥിതി ചിത്രം മനഹ അരുഹു മനു. സംവിധാനം ദീപ് ബ്രയൻ. സാമൂഹിക വിഷയങ്ങളിൽ മികച്ച ചിത്രം ജസ്റ്റിസ് ഡിലൈഡ് ബട്ട് ഡെലിവേർഡ്. സംവിധാനം കാമ്യാഖ്യ നാരായൺ സിംഗ്. ത്രീ സിസ്റ്റേഴ്സ്, പി ആർ മഹ്മൂദ്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം. മികച്ച നടൻ അല്ലു അർജുൻ, പുഷ്പ. മികച്ച നടി ആലിയ ഭട്ട്, ഗംഗൂബായ് കത്തിയാവാടി. കൃതി സനോൻ, മിമി. ഓക്കെ. മികച്ച സംവിധായകൻ നിഖിൽ മഹാജൻ, മറാഠി ചിത്രം ഗോദാവരി. മികച്ച സഹനടൻ പങ്കജ് ത്രിപാഠി, മിമി. മികച്ച സഹനടി പല്ലവി ജോഷി, കശ്മീരി ഫയൽ. മികച്ച ബാലതാരം ഭവിൻ പ്രഭാരി, ചെല്ലോ ഷോ. മികച്ച ചിത്രം റോക്കട്രി, ദ നമ്പി എഫക്റ്റ്. നല്ല വിനോദം നൽകുന്ന മികച്ച ജനപ്രിയ ചിത്രം RRR. മികച്ച ദേശീയോദ്ഗ്രഥന ചിത്രം ദി കശ്മീരി ഫയൽസ്.
മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ഒറിജിനൽ ഷാഹി കബീർ നായാട്ട്. മികച്ച നവാഗത സംവിധാനത്തിനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം വിഷ്ണു മോഹൻ മേപ്പടിയാൻ. മികച്ച മലയാള ചിത്രം ഹോം, സംവിധായകൻ റോജിൻ തോമസ്. പ്രത്യേക ജൂറി പരാമർശം ഇന്ദ്രൻസ്. മികച്ച ഹിന്ദി ചിത്രം സർദാർ ഉദ്ധം. മികച്ച കുട്ടികളുടെ ചിത്രം ഗാന്ധി ആൻഡ് കോ. മികച്ച പാരിസ്ഥിതിക ചിത്രം ആവാസവ്യൂഹം, സംവിധാനം കൃഷ്ണാന്ത്. മികച്ച ഓഡിയോഗ്രഫിക്കുള്ള പുരസ്കാരം ലഭിച്ച മലയാള ചിത്രം ചവിട്ട്. മികച്ച സംഗീത സംവിധാനം ദേവി ശ്രീ പ്രസാദ് പുഷ്പ. മികച്ച പശ്ചാത്തല സംഗീതം MM കീരവാണി. മികച്ച ഗായിക ശ്രേയ ഘോഷാൽ. മികച്ച ഗായകൻ കാലഭൈരവൻ. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ജൂറി ചെയർപേഴ്സൺ ആരാണ്? കേതൻ മേത്തയാണ്. കേതൻ മേത്ത. 69ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ജൂറി ചെയർപേഴ്സൺ കേതൻ മേത്ത. നടി ആശാ പരേഖിന് 2020 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നൽകി ആദരിച്ചു. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. 60കളിലെയും 70കളിലെയും ഹിന്ദി സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് ആശാ പരേഖ്. ഭറോസ, കട്ടി പതംഗ്, നന്ദൻ, ദോ ബദൻ, തീസരി മൻസിൽ, ചിരാഗ് തുടങ്ങിയവ ശ്രദ്ധേയമായ സിനിമകളാണ്. JCB സാഹിത്യ പുരസ്കാരം 25 ലക്ഷം രൂപ ഖാലിദ് ജാവേദിന്റെ ദി പാരഡൈസ് ഓഫ് ഫുഡ് എന്ന നോവലിന് സമ്മാനിച്ചു. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ബരൻ ഫറൂഖിക്ക് 10 ലക്ഷം രൂപ സമ്മാനം. 95ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ഡോക്യുമെന്ററി ഹ്രസ്വചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് ദി എലിഫന്റ് വിസ്പേഴ്സ്. 2022 വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം നേടിയ സ്വാന്റെ പെബുവിന്റെ രാജ്യം ഏതാണ്? സ്വീഡനാണ്. സ്വീഡൻ. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് മീ. വിൽ സീ നെക്സ്റ്റ് വീഡിയോ.